ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാള മുളകിട്ടതും ചാള പൊരിച്ചതും അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല മണവും ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്കതിലേക്ക് തക്കാളി, ഞാനിപ്പോൾ 2 വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചൊരു കനം കുറച്ചരിക്കുക. അരിഞ്ഞിട്ട് ഈ തക്കാളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ചെറിയ തക്കാളി എന്നുണ്ടെങ്കിൽ 3 ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ വഴന്ന് കിട്ടാനുണ്ട്. തക്കാളി നന്നായിട്ട് മെൽറ്റായി കിട്ടണം. എന്നിട്ടാണ് ഇത് പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2-2.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇട്ടാ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് ചേർത്താൽ മതി ഇട്ടാ. പകുതി കാശ്മീരിയും പകുതി പിന്നെ അതുപോലെ എരിവുള്ളതും. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളറൊക്കെ കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തെളിയണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കും കണ്ട. അപ്പോൾ ആ ചട്ടിയിലൊക്കെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് കുതിർത്തിട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുടപ്പുളി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കുക. അപ്പം ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം കുടപ്പുളി ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളവും പിന്നെ അതുപോലെ എക്സ്ട്രാ 2 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവിയിൽക്ക് ആവശ്യത്തിനുള്ള, മീനിൽക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. ആ സമയത്താണ് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചാള ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ലേ. അപ്പൊ നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് പിന്നെ ഏകദേശം ഒരു 1/2 കിലോ ചാളുണ്ടാവും. എണ്ണം പറയുന്നുണ്ടെങ്കിൽ ഒരു 10-14 എണ്ണം ഉണ്ടാവും അത്. ഇനി മീൻ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇനി കയ്യിലിട്ടിട്ട് വല്ലാണ്ട് ഇളക്കണ്ട, മീൻ പൊട്ടിപ്പോവും. അപ്പൊ നന്നായിട്ട് ഒന്ന് തിളച്ച് മീനൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വെക്കാം. നമ്മൾ ഫിഷ് കറി റെഡിയായി. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു 5-6 ചുവന്നുള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞത്. 6 ഒരു 10 എടുത്തോ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലും ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലേ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫിഷ് അതിലേക്ക് വെച്ചു കൊടുക്കേണ്ടത്. ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് തീ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് മീനുകൾ നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ചാളയിലാണ് ഞാൻ ചെയ്യണമെന്നുള്ളൂ. വേറെ ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാട്ടോ. എല്ലാതും ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം. നിരത്തി വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്കതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം കുറച്ച് പുളിവെള്ളം നമ്മൾ മാറ്റി വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ ഫ്രൈ ചെയ്തെടുത്താല് നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ മീൻ കറി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് മീൻ കറിയും അതുപോലെ മീനിന്റെ ഫ്രൈയും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. നന്നായിട്ട് മുരിഞ്ഞു വരണ്ട, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മതി. ഈ സമയത്താണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് മീനിന് കേട്ടോ. വല്ലാണ്ട് കയ്യിലിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കണ്ട. പാൻ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. ഇപ്പൊ ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിപൊളി മീൻ കറിയും സൂപ്പർ ടേസ്റ്റുള്ള മീൻ ഫ്രൈയും ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ നല്ല ടേസ്റ്റാന്നുള്ളത്. കാരണം ആ മസാലയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ആ മസാല മാത്രം മതി. ആ ചുവന്നുള്ളിയും വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൊരിഞ്ഞതല്ലേ ചുവന്നുള്ളിയും, പിന്നെ അതുപോലെ മുളക് പൊടിയൊക്കെ. അപ്പം അതും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കറി നമ്മൾ ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം നാളെ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ട് കുറച്ച് മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ മീൻ ഫ്രൈയും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമ്മൾ ഉച്ചക്ക് വെച്ചിട്ട് പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് സമയം ഇരിക്കണം ആ കറി, അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.